നമസ്കാരം. ബൈബിൾ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവും ആയിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്നു തന്നെ ആയിരിക്കണം. അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ അതിൻ്റെ വക്കിന് കീഴെ ഇരുപുറത്തും ഈ 2 പൊൻവളയവും ഉണ്ടാക്കണം. അതിൻ്റെ 2 പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം. തണ്ടുകൾ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നു പൊതിയണം. സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുത്തുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന്മീതെയുള്ള കൃപാസനത്തിൻ്റെ മുമ്പിലും ഇരിക്കുന്ന തിരശീലയ്ക്ക് മുമ്പാകെ അത് വയ്ക്കണം. അഹറോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടേണം. അവൻ ദിനം പ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടേണം. അഹറോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടേണം. അത് തലമുറ തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം. നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയയാഗം ഒഴിക്കുകയുമരുത്. സംവത്സരത്തിൽ ഒരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയും ഉള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിങ്കൽ അഹറോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അത് അവർക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധവർഗവും 500 ശേക്കൽ വഴനത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം. അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം. അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കണം. അത് മനുഷ്യൻ്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറും പശ, ഗുൽഗുലു, അൽബാന പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കം ആയിരിക്കണം.
അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കേണം. നീ അതിൽ ഏതാനും ഇടിച്ചു പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വയ്ക്കേണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ യോഗത്തിന് ഒത്തതായി നിങ്ങൾക്ക് ഉണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. മണക്കേണ്ടതിന് അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ദൈവം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവകൃപ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ 5 മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാമായിരിക്കാം. ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം. ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും. ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.